തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടെ പി.വി. അൻവറിന്റെ UDF പ്രവേശന സാധ്യത മങ്ങുകയാണ്. നേരത്തെ പിന്തുണച്ച കെ. മുരളീധരൻ അടക്കമുള്ളവർ തൃണമൂലിനെ UDFിലെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ. എന്നാൽ അൻവറിനെ പൂർണ്ണമായി തള്ളാതിരുന്ന രമേശ് ചെന്നിത്തല UDFിന്റെ ഭാഗമാക്കണോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പ്രതികരിച്ചു. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിലെ അറസ്റ്റും ജയിൽവാസവും രാഷ്ട്രീയമായി പി.വി. അൻവറിന് ഗുണം ചെയ്തിരുന്നു. UDF നേതാക്കളെല്ലാം വിഷയത്തിൽ അൻവറിനൊപ്പം നിന്നതോടെ അൻവറിന്റെ മുന്നണി പ്രവേശനം ഏറെ വൈകില്ലെന്നായിരുന്നു പ്രതീതി. ജയിലിൽ നിന്നിറങ്ങിയ അൻവർ ഉപാധികളില്ലാതെ UDFിനൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ UDF നേതാക്കളെ കാണാൻ തിരുവനന്തപുരത്ത് പോയ അൻവറിന് പക്ഷേ കാര്യങ്ങളത്ര എളുപ്പമായിരുന്നില്ല. ഇതിനിടെയാണ് അൻവർ കൊൽക്കത്തയിലെത്തി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായത്. മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂലിൽ ചേർന്നതോടെ മുൻപ് അനുകൂലിച്ചവരും ഇപ്പോൾ അൻവറിനെ തള്ളിപ്പറയുകയാണ്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും തൃണമൂൽ അംഗീകരിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം. ഇക്കാര്യത്തിൽ കെ. മുരളീധരൻ വിയോജിപ്പ് പരസ്യമാക്കി. അവരുമായിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ യോജിക്കാൻ കഴിയില്ല. പിന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ആണ് എല്ലാം ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൃണമൂൽ ദഹിക്കില്ല. അൻവറിനെ പൂർണ്ണമായും തള്ളാതെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ മുന്നണിയിൽ എടുക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് ചർച്ചകൾ ചെയ്ത ശേഷം മാത്രമേ തീരുമാനിക്കൂ. അദ്ദേഹം ആദ്യം UDF നേതൃത്വത്തെ സമീപിക്കണം. സമീപിക്കുമ്പോഴാണ് ചർച്ചകൾ നടക്കുന്നത്. അൻവറിനെ UDFിലെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്ന നിലപാടാണ് മുസ്ലിം ലീഗിന്. നേരത്തെ തന്നെ അൻവറിനെ ഒപ്പം കൂട്ടുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ടായിരുന്നു. ഇതിനിടയിൽ തൃണമൂലിന്റെ ഭാഗമായതോടെ അൻവറിന്റെ UDF പ്രവേശനം ദുഷ്കരമാവുകയാണ്. ഇന്ന് കേരളത്തിലെത്തുമെന്ന് അറിയിച്ചിരുന്ന അൻവർ തന്റെ യാത്രയും മാറ്റിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം.